الحمد لله رب العالمين حمدا طيبا مباركا كثيرا فيه. الحمد لله على كل حال، ونعوذ بك من حال أهل النار. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الأخوان والأخوات، أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر، سبحان الله عما يشركون. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏതൊരു സമയത്തും എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുകയും അവരുടെ വിധിവിലക്കുകളെ ശരിയായ രീതിയിൽ പാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുകയും ചെയ്യണമെന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരേണ്ടതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്ന് പറയുന്നത്. ദിക്ർ എന്ന് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, ദിക്ർ ചൊല്ലുക എന്ന് നമ്മൾ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ
മനസ്സിലാക്കിക്കൊണ്ടല്ല മിക്കവാറും ദിക്റുള്ള, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക അല്ലെങ്കിൽ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുക എന്ന് പറയുമ്പോൾ ആ ഒരു സ്വഭാവത്തിലല്ല നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം, അല്ലാഹു അക്ബർ. ധാരാളം തക്ബീറുകളുണ്ട്, തഹ്ലീലുകളുണ്ട്, തദ്കീറുകളുണ്ട്, തസ്ബീഹുകളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെല്ലുന്നതിനാണ് ദിക്ർ എന്ന് പറയുന്നത്. അതാണ് ദിക്ർ എന്ന രീതിയിൽ മാത്രം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുമുണ്ട്. സല്ലലിന് ഇസ്ലാമിൽ വളരെ വലിയ സ്ഥാനമുണ്ട്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അങ്ങനെ തുടങ്ങിയിട്ട് ചെറിയതും വലിയതുമായ ഏതൊരു തസ്ബീഹിന്റെയും തഹ്ലീലിന്റെയും തദ്കീറിന്റെയും ഒക്കെ വചനങ്ങൾ ഉരുവിടുന്നത് വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളായി ഹദീസുകളിലൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ചെറിയൊരു സംഗതിക്ക് വലിയ ഫലം കിട്ടണമെങ്കിൽ അത്രയും വലിയ ഒരു സംഗതി അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവണമല്ലോ. അല്ലാതെ വളരെ ചെറിയൊരു കാര്യത്തിന് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല. ശരിക്ക് കലിമത്താനി സഖീലത്താനി ഫിൽ മീസാൻ ഖഫീഫത്താനി അലൽ ലിസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാളെ മഅ്ശറയിൽ വിചാരണ ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ തുലാസിൽ വലിയ കനമുണ്ടാക്കുന്ന 2 വാചകങ്ങൾ. എല്ലാം തൂക്കി വെക്കുമല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ തൂക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ തുലാസിന് വലിയ കനമുണ്ടാക്കുന്ന 2 വാചകങ്ങൾ. പക്ഷേ ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിനാവട്ടെ അത് വളരെ ലളിതമാണ്. പാടുപെട്ട് പ്രയാസപ്പെട്ട് ചൊല്ലേണ്ടതൊന്നുമല്ല. പഠിക്കാൻ വളരെ പ്രയാസമുള്ള വാചകങ്ങളോ വാക്കുകളോ ഒന്നുമല്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. സാധാരണ ചില പള്ളികളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, മഗ്‌രിബിന്റെ സമയത്ത് നമസ്കാരത്തിന്റെ മുമ്പ് ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അതിന്റെ കൂടെ വേറെ ഒന്നും കൂടി വരലുണ്ട്, വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അതില്ല, അത് വേറെയാണ്, ഇതിലില്ല. ഈ തസ്ബീഹ് ചെല്ലുന്നതിൽ അതില്ല, പക്ഷെ അതും കൂടി കൂട്ടിയിട്ടാണ് ചെല്ലാറുള്ളത്. ഹദീസുകളിലൊന്നും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം പിന്നെ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള വാക്കല്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലാം, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ വാക്കുകളിൽ അതില്ല. അപ്പൊ അത് സാധാരണ പല പള്ളികളിലും അത് ചെല്ലാറുണ്ട്. അങ്ങനെ മഗ്‌രിബിന് പ്രത്യേകിച്ച് അത് ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നൊന്നുമില്ല. ആ വാക്കുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന 2 വാക്കുകൾക്ക്, വാചകങ്ങൾക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകുന്നു. അത് നമ്മൾ ഉരുവിടുമ്പോൾ അല്ലാഹു മഹത്തരമായ പ്രതിഫലം അതിന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ കുറെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഇത്രയും ചെറിയൊരു സംഗതിക്ക് എന്തിനത്ര വലിയ ഫലം അല്ലാഹു കൊടുക്കേണ്ട കാര്യം. അപ്പൊ അതൊരിക്കലും അത് പറയുക എന്നുള്ളതല്ല, ചുണ്ടുകൊണ്ടും നാക്കുകൊണ്ടും പറയുക എന്നുള്ളതല്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് അള്ളാഹുവിന് സ്തോത്രവും അവന് പ്രകീർത്തനവും അവന് സ്തുതിയും, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്രമാത്രം പരിശുദ്ധനാണ്. വബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം സുബ്ഹാനല്ലാഹിൽ അസീം, എത്ര വലിയവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല, എത്രമാത്രം പരിശുദ്ധനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഞാനിപ്പോ ആ വാചകങ്ങൾ വിശദീകരിക്കാനല്ല എന്റെ വിഷയം കൊണ്ടുപോകുന്നത്. ആ അർത്ഥവും ആശയവും നമ്മളൊന്ന് പരിശോധിച്ചാൽ വലിയ ഒരു സന്ദേശത്തെ നമ്മുടെ ഹൃദയത്തിലേക്കും മസ്തിഷ്കത്തിലേക്കും അത് കൈമാറ്റം ചെയ്യുന്നുണ്ട്. നമ്മുടെ വിശ്വാസപരവും ആദർശപരവും ആശയപരവും കർമ്മപരവുമായ
നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തസ്ബീഹിലൂടെ എന്നിലും നിങ്ങളിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാഹു പരിശുദ്ധനാണ്, നമുക്കതറിയൊന്നുമില്ല. അല്ലാഹു പരിശുദ്ധനാണെങ്കിൽ വേറെ പരിശുദ്ധിയൊന്നും ഇല്ലാത്ത കുറെ ആളുകളെ വലിയവരായി നമ്മളെന്തിനാ കണക്കാക്കണം? ഏതൊക്കെ സൈസ് ആളുകളെ, എത്ര വലിയ ആളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ആളുകൾക്ക് എന്തൊക്കെ സ്ഥലം സ്തുതിയും കീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിനിമ, കായികം, രാഷ്ട്രീയം, മതം, സമ്പത്ത്, സൗകര്യങ്ങൾ, ശാസ്ത്രം, പല മേഖലകളിലും നമ്മൾ പലരെയും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, പലരെയും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പലർക്കും വലിയ എന്താ പറയാ, അവരുടെ മഹാപ്രഭാവം കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് അവരാണ് വലിയവന്മാർ എന്നുപോലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ പറയലുണ്ടോ? നിങ്ങൾ പരിശോധിച്ച് നോക്കുന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയവരെന്നൊക്കെ തോന്നുന്നു. അത്തരം എല്ലാ നിലപാടുകളുടെയും സമീപനങ്ങളെയാണ് ഈ ഒരു വാചകം, രണ്ട് വാചകങ്ങൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്, പരമപരിശുദ്ധനായ അള്ളാഹു. പരിശോധിക്കാൻ അള്ളാഹ് പറയുന്നുണ്ട്, ഒരു പരിശുദ്ധിയുമില്ലാത്ത, ഒരു വിശുദ്ധിയുമില്ലാത്ത, ഒരു ശുദ്ധിയുമില്ലാത്ത, ഹൃദയശുദ്ധിയും വിവരശുദ്ധിയും കർമ്മശുദ്ധിയും ഒന്നുമില്ലാത്ത എല്ലാവരെയും നിങ്ങൾ നേതാക്കന്മാരായി, ആശയങ്ങളായി, ദർശനങ്ങളായി, നിങ്ങളുടെ മാതൃകകളായി പലരെയും നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ സുബ്ഹാനല്ലാഹ് മുടക്കില്ലാതെ കൊടുക്കേണ്ട ഒരു സാധനമല്ല. അത്തരം എല്ലാ നിലപാടുകളെയും മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പറയുന്നു, പരിശുദ്ധൻ അള്ളാഹു മാത്രമാകുന്നു. സുബ്ഹാനല്ലാഹിൽ അലീം, അത്യുന്നതനാണവൻ. അസം എന്നൊക്കെയുള്ള വാക്കെന്താ? അതാണ് അലീം. അസമുണ്ടല്ലോ, അസം എന്ന് പറഞ്ഞ അറബിയിലെ ആഴമെന്നുണ്ടായത്, ഏറ്റവും വലിയത്, ഉയർന്നു നിൽക്കുന്നത് എന്നൊക്കെ. മുകളെ ആഴം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ ആഴം എന്ന് പറഞ്ഞ അലീം, ഏറ്റവും വലിയ പ്രതാപവാനാകുന്നു അവൻ, ഏറ്റവും വലിയവൻ അല്ലാഹു ആകുന്നു. അതൊരു സാധാരണ കബീർ, ഒരു സാധനം വലുപ്പത്തിൽ വലുതാവുക എന്നുള്ള അർത്ഥത്തിലല്ല, മഹത്വത്തിൽ, പദവിയിൽ, അധികാരത്തിൽ, ശേഷിയിൽ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരു സംഗതി. ഇപ്പോ ചെറുതിന്റെ മേലെ ഒരു വലുതുണ്ടാവും, അപ്പൊ അതിനെക്കാണൊരു ഒരു വലുത് വന്നാൽ ആ വലുത് എന്താവും? ആ വലുത് ചെറുതാവും. ഇവിടെ പറയലുണ്ടല്ലോ, ഒരു ചെറിയ വരനെ വലിയതാക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഒരു വരട്ടിക്കണമെങ്കിൽ അതിന്റെ താഴെ ഒരു ചെറിയ വരട്ടാൽ ഈ വര എന്താവും? നമ്മൾ ആദ്യം വരച്ച വര വലിയ വരയാവും. ആദ്യം നമ്മൾ ചെറിയ വരയാണ് വരച്ചിട്ടുള്ളത്, പക്ഷെ അതിനെക്കാണ താഴെ ഒന്ന് ചെറുത് വരച്ചാൽ എന്താവും? അത് വലിയ വരയാവും. അപ്പൊ വലിയ വരനെ അതുമ്പോ തൊടാതെ ചെറുതാക്കാനുള്ള വഴി എന്താ? അപ്പൊ വലിയ വരനെ തൊടരുത്. അപ്പൊ അതിനെ ചെറുതാക്കാൻ എന്ത് ചെയ്യണം? കുട്ടികളതിലൊക്കെ പറയണത് അത്. അപ്പൊ അതിനെക്കാണ വലിയൊരു വര അപ്പുറത്തിടും, അപ്പൊ ഇത് ചെറുതായി. അപ്പോ ചെറുതാവുക വലുതാവുക എന്നൊക്കെ പറയുന്നത് വേറെ ഒരു സ്വഭാവത്തിൽ, നമ്മളുടെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് എല്ലാ സംഗതികളിലും ഒരു കുറവുമില്ലാത്തവണ്ണം മഹത്വങ്ങളുടെ ഉടമസ്ഥനാകുന്നു അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവേ സുബ്ഹാനല്ലാഹ് വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ഏത് സമയവും ചെല്ലാം. മനസ്സറിഞ്ഞുകൊണ്ടാണ് അത് ചെല്ലുന്നതെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ വിചാരണയുമായി ബന്ധപ്പെട്ട കണക്ക് പുസ്തകം സമർപ്പിക്കപ്പെടുകയും നമ്മൾ വിയർത്തു കുളിച്ച്, അങ്ങനെയുണ്ടല്ലോ ഹദീസിൽ പറയുന്നത്, തുദ്ന ശംസു, സൂര്യൻ അടുക്കും, മിഖ്ദാരി മീലിൻ, ഒരു മൈലോളം അടുത്ത്. മൈലാണെന്നും ചാണാണെന്നൊക്കെ അതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ സൂര്യനൊന്ന് നോക്ക്, എത്ര 8 മിനിറ്റ് ദൂരമുണ്ട് അവിടുന്ന്. ഒരു പ്രകാശവർഷത്തിന്റെ കണക്കിൽ ഒരു സെക്കൻഡിൽ 8 ലക്ഷം കിലോമീറ്ററിലധികം സഞ്ചരിക്കും പ്രകാശം എന്നാണ് പറയുന്നത്, ഒരു സെക്കൻഡിൽ. അപ്പൊ ഒരു മിനിറ്റിൽ എത്രയായിരിക്കും? ഒരു മണിക്കൂറിൽ എത്രയായിരിക്കും? ഒരു വർഷത്തിൽ, ഒരു മാസം കൊണ്ട് സഞ്ചരിക്കുന്നത് എത്രയായിരിക്കും? അത്രയും ദൂരെ നിന്നുകൊണ്ട് അവിടെ ഉള്ള പ്രകാശം ഇവിടെ എത്താൻ 8 മിനിറ്റ് എടുക്കുന്നുണ്ട്. ഒരു സെക്കൻഡിൽ ഇത്രയും വേഗതയിൽ സഞ്ചരിക്കുക. ഇവിടുന്ന് അടിച്ചാൽ അവിടെ കാണാൻ വേറെ നമ്മൾ കാത്തിരിക്കൊന്നും വേണ്ട. പലതിന്റെയും തരംഗങ്ങളെ, വേവിനെ കൈകാര്യം ചെയ്യുന്നത് പ്രകാശവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് അതിവേഗതയിൽ സഞ്ചരിക്കാൻ. സെല്ലുലറും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് പ്രകാശത്തെയാണ്. നമ്മുടെ പലതിനെയും പ്രകാശ തരങ്ങളിലേക്ക് പരിവർത്തിപ്പിച്ച്, കാരണം വേഗതയിൽ സഞ്ചരിക്കാൻ. അങ്ങനെയാണ് അപ്പൊ അമേരിക്കന്ന് ഫോൺ വിളിച്ചാൽ പെട്ടെന്ന് ഇവിടെ കിട്ടുന്നത്. വിളിച്ചു പറഞ്ഞാലൊന്നും കിട്ടൂലല്ലോ. പിന്നെ അതല്ല നമ്മുടെ വിഷയം. പറഞ്ഞതിന്റെ ചുരുക്കം, അത്രയും ദൂരത്ത് നിൽക്കുന്ന സൂര്യൻ ഇപ്പൊ തന്നെ എന്നെയെങ്കിലും ചൂട്ട് പഴുപ്പിച്ചുകൊണ്ടിരിക്കുക.
നിൽക്കാൻ കഴിയണില്ല, എവിടെ നിൽക്കാൻ കഴിയണില്ല. നമുക്കൊരാശ്വാസമുണ്ട്, കറണ്ട് ഈ ഫാൻ ഇങ്ങനെ കറങ്ങിയാൽ മതി, വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടായാൽ മതി, പിന്നെ AC വെച്ചാൽ മതി, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പൈസ ഉണ്ടെങ്കിൽ വെള്ളവും കിട്ടും, കാശുണ്ടായാൽ മതി. കിണറിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കുറച്ചും കൂടി മാന്തിയാൽ മതി, അപ്പൊ അടി വെള്ളം കിട്ടും. അതിലും കിട്ടുന്നില്ലെങ്കിൽ കുടൽ കിണർ കുത്തിയാൽ മതി, അപ്പം വെള്ളം എന്താണെങ്കിലും കിട്ടും. അങ്ങനെ എല്ലാം കിട്ടും. അത് കിട്ടിക്കാൻ മാത്രമുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതിനൊക്കെ കാരണം ഈ സൂര്യന്റെ വെളിച്ചമാണെന്ന് പറയുന്നത്. ഈ ചുട്ടുപഴുത്ത് വിയർത്ത് കുളിക്കേണ്ട മനുഷ്യന്മാരൊക്കെ വന്നിട്ട് നാളെ മത്സരയിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുമെന്ന് പറയുന്നത്. ഓരോരുത്തരും അവനവൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ നിലപാടിനനുസരിച്ച് വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന പറയുന്നത്. നെരിയാണി വരെ, മുട്ടുവരെ, തുടവരെ, അരവരെ, പള്ളവരെ, നെഞ്ചുവരെ, മാറുവരെ, കഴുത്ത് വരെ, അവസാനം മൂക്കടക്കം തലയടക്കം മുങ്ങുന്ന രീതിയിൽ. അതൊക്കെ ഒരു പ്രതീകാത്മകമായ ഒരു കൈമാറ്റമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അത്രമാത്രം പരവശത അയാൾ അനുഭവിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം. ഒരു പ്രശ്നം ഉണ്ടായൊക്കെ ശരീരം പെട്ടെന്ന് വിയർക്കുകയുള്ളൂ ചെയ്യുക. നമ്മുടെ ടെൻഷൻ, നമുക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാവുക, നമുക്ക് സഹിക്കാൻ കഴിയാത്ത, അഭിമുഖീകരിക്കാൻ കഴിയാത്ത, നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വണ്ണമുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെട്ടാൽ ആദ്യത്തെ പ്രതികരണങ്ങളിലൊന്ന് വിയർപ്പായിരിക്കും. മനസ്സിന്റെ വളരെ പെട്ടെന്നുള്ള പ്രതികരണങ്ങളിലൊന്നും. ശരീരത്തിന്റെ പ്രകൃതിയോട് വിയർക്കണ വേറെ സംഗതികളുണ്ട്, അവരെ എപ്പോഴും വിയർത്തുകൊണ്ടിരിക്കും. അതല്ല സാധാരണ അർത്ഥത്തിൽ. അറ്റാക്കൊക്കെ വന്നാൽ നല്ലോണം വിയർത്തും കിട്ട് കുളിക്കും, മരണവേദന വന്നാലും വിയർത്ത് കുളിക്കുന്നാണ് പറയുന്നത്. വിയർപ്പ് വലിയ പ്രതികരണങ്ങളിലൊന്നാണ്. അപ്പൊ നമുക്കറിയാം ഞാൻ എന്താണ് അനുഭവിക്കാൻ പോകുന്നത്. അപ്പൊ അത്രയും പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ അള്ളാന്റെ മുമ്പിൽ നിൽക്കണം. അവനവന്റെ പാപങ്ങളുടെ നിലവാരമനുസരിച്ച് ഓരോരുത്തരും വിയർപ്പിൽ കുളിച്ച് മുങ്ങി നിൽക്കുന്നു പടച്ചവന്റെ മുമ്പിൽ. ആ ഒരു സന്ദർഭത്തിൽ നിനക്ക് ആശ്വാസവും സമാധാനവും തരും. എന്ത്? ഈ ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് നീ പറയുകയാണെങ്കിൽ. അങ്ങനെയുള്ള തദ്കീറുകളും തസ്ബീഹുകളുടെയൊക്കെ വേറെയും പ്രത്യേകതയുള്ള ഭാഗങ്ങളുണ്ട്. അതിലേക്ക് ഞാനിപ്പോ കടന്നു പോകണില്ല. ഇപ്പൊ വളരെ പറയാൻ വളരെ എളുപ്പവും വീടിലൊക്കെ ഇരുന്നിട്ട് ചെല്ലാം. ചൂട് നമുക്കൊന്നും കഴിയില്ല ചെല്ലാന്. നമ്മൾ അങ്ങനെ അള്ളാഹിനെ ഓർമ്മിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അത്രമാത്രം ഉള്ളിൽ അള്ളാഹു നിറഞ്ഞു നിൽക്കണമെന്നില്ല. പീടിയ പൂട്ടി പോകുന്നതാണ്. പീടിയയിൽ ആളില്ലാതെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ മനസ്സിങ്ങനെ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങളെയൊക്കെ ഓഫീസ് 2:30 അവിടെ ഹാജരാവേണ്ടതാണ്, ഖുതുബ സമയത്തേക്ക് തീർന്നിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മനസ്സിങ്ങനെ ഇളകും. എനിക്ക് 2:15 ബസ് വരാനുള്ളത്, ആ ബസ്സിന് പോയിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടാവും, അത് നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് തീരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നേർക്കുനേരെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തെ നിരന്തരമായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും നമ്മൾ. അതായിരിക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ? ഏത് ഘട്ടത്തിലും അള്ളാഹുവിനെ ഓർമ്മിക്കുക, ഏതവസ്ഥയിലും അള്ളാഹുവിനെ ഓർമ്മിക്കുക. അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലാണെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ താക്കോല. ജദ്ദിദു ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ സമയത്തും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, എല്ലാ സമയത്തും പറയൂ. അതിന്റെ ആശയം നമ്മൾ വേറെ വിശദീകരിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടി ഒരു മനുഷ്യൻ എന്തെന്നില്ലാത്ത ആത്മവിശ്വാസത്തിന്റെ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കും. അവനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, യാതൊന്നും ഉണ്ടാവില്ല. എന്തിനെയാണ് അവനെ ഭയപ്പെടാനുള്ളത്? ആരെയാണ് ഭയപ്പെടാനുള്ളത്? ഏത് സമയത്തെയാണ് അവരെ ഭയപ്പെടാനുള്ളത്? ഏത് സ്ഥലത്തെയാണ് അവരെ ഭയപ്പെടാനുള്ളത്? ഏത് അവസ്ഥകളെയാണ് അവരെ ഭയപ്പെടാനുള്ളത്? ഒന്നുമില്ല. പരിശുദ്ധ ഖുർആൻ അതിന് ഇലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ ആ പദത്തിന്റെ അർത്ഥം ശരിക്കാതാ. പേടിച്ചിട്ട് ഓടുന്ന ഒരാൾ അഭയകേന്ദ്രമായി ഒന്നിൽ ചെന്ന് നിൽക്കുന്നു. ഇതാണ് അറബിയിൽ അലിഹ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. അതിനാണ് ഇലാഹ് ഉണ്ടായിട്ടുള്ളത്. ഭയപ്പെട്ട് ഓടിയിട്ട് നമ്മൾ ഇനിയിപ്പോ ഒരു സ്ഥലത്താണ്ടെത്തി, ഇനി നമുക്ക് പേടില്ല. നമ്മൾ ആരെവിടെ എന്ത് ചെയ്താലും ഞാൻ സുരക്ഷിതമായ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ആര് കാടടക്കി വന്നാലും എന്തവസ്ഥകളുണ്ടായാലും എന്നെ പേടിപ്പിക്കുന്ന ഒരു സംഭവമില്ല. ഞാനിതാ അള്ളാഹുവിന്റെ മുമ്പിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം അതാ. ആരെന്നുള്ളതിന്റെ വിശദാംശങ്ങളിലേക്ക് നിങ്ങൾക്ക് പോവാം. അധികാര കേന്ദ്രങ്ങൾ, സാമ്പത്തിക ശക്തികൾ, സൈനിക ശക്തികൾ, രാഷ്ട്രീയ ശക്തികൾ, മതശക്തികൾ, അതുപോലെ തന്നെ ഏതൊക്കെ അർത്ഥത്തിൽ എന്തൊക്കെയുള്ളവർ, ഇതൊക്കെയുള്ളപ്പോ കഴിവുള്ളവർ. ജിന്നിനി ചെയ്താനൊന്നും അങ്ങനെ പേടിക്കണ്ട. ഓലൊന്ന് കാടടക്കി വന്നിട്ട് നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യൊന്നുമില്ല.
ഒരു ചെയ്യണ പണിയും ഇതിലാണ് ചെയ്യുക. സാമ്പത്തികമായിട്ട് വഴിപെടുപ്പിക്കുക, സദാചാരപരമായിട്ട് വഴിപെടുപ്പിക്കുക, ധാർമ്മികമായിട്ട് നമ്മളെ നശിപ്പിക്കുക. അത് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ ജിന്നും ചെയ്താലൊക്കെ വന്നിട്ട് വേറെ ഏതോ അർത്ഥത്തിൽ നിങ്ങൾ ശൂന്യതയിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളെ പിടികൂടി കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്ന പണി ഓൽക്കില്ല. അതിനുള്ള പണി അള്ളവരെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഒരു വന്യമൃഗം നമ്മൾ ആക്രമിച്ചേക്കാം. നമ്മളെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വന്യമൃഗം അവിടെ ഉണ്ടെങ്കിൽ ചാടി വരും. കാരണം അതിന് സ്ഥലവും കാലവും സമയവും സന്ദർഭം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അതിന്റെ സുരക്ഷിതത്വത്തെ ബന്ധപ്പെട്ട് മാത്രം പണിയെടുക്കുക. ജിന്നും ചെയ്താനും ആ പണിയൊന്നും അല്ല എടുക്കുക. അവർക്ക് അവരുടേതായ പണിയുണ്ട്. ചെയ്താൻ ആകെ കൊടുത്ത പണി മനുഷ്യനെ വഴിവഴപ്പിക്കുക എന്നുള്ളതാണ്. ലൗസയ്യനന്നലഹും ഫില്ലർ, എല്ലായിടത്തും കയറിയിരുന്ന് സാമ്പത്തികം, മതം, രാഷ്ട്രീയം, കല, വിദ്യാഭ്യാസം, പരിസ്ഥിതി, കൃഷി, ആരാധന, ആത്മീയത, ആധുനികത, ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗത്തും പിശാച് കയറിയിരിക്കും. ഒന്നിനും പിശാച് പിന്നെ ബാക്കിയുള്ള നമ്മൾ എന്തിനാ പേടിക്കേണ്ട കാര്യം? അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറയുന്നതോട് കൂടി അല്ലാഹു അല്ലാതെ ഇലാഹില്ല. പിന്നെ അതിന്റെ വിശദീകരണങ്ങളാണ് ബാക്കിയൊക്കെ ഖുർആൻ നടക്കുന്നത്. അസ്മാഉൽ ഹുസ്ന വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഏറ്റവും മനോഹരമായ പദങ്ങളുണ്ട്, ഏറ്റവും നല്ല പേരുകളുണ്ട്. ഫദഊഹു ബിഹാ, അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ വിളിക്കണം. അല്ലാഹു എന്തുകൊണ്ടാണ് ഇലാഹാകുന്നത്? എന്തുകൊണ്ടാണ് അല്ലാഹു നിങ്ങളുടെ അഭയകേന്ദ്രമാകുന്നത്, നിങ്ങളുടെ അവലംബമാകുന്നത്, നിങ്ങളുടെ അത്താണിയാവുന്നത്, നിങ്ങൾക്ക് എല്ലാറ്റിനുമുള്ള കേന്ദ്രമായി മാറുന്നത് എന്തുകൊണ്ടാണ്? അതാണ് അസ്മാഉൽ ഹുസ്ന. അത് പിന്നെ വേറെ, അതാണ് ഉലൂഹിയത്തിന്റെ അംഗീകാരം എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറയുന്നതിന്റെ ചുരുക്കം യഥാർത്ഥത്തിൽ ആ കാര്യങ്ങൾ അല്ലാഹു വഹിച്ചു കൊടുക്കും. പക്ഷെ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറയുന്ന ഒരാൾക്ക് എന്തെന്നില്ലാത്ത ഒരു ധൈര്യം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫിറഔനും തമ്മിലുള്ള കാര്യങ്ങൾ ഖുർആൻ കുറെ വിശദീകരിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലും രാഷ്ട്രീയ മത്സരമാണ്, സൈനിക മത്സരമാണ്, സാമൂഹിക പദവികളുമായി ബന്ധപ്പെട്ട മത്സരം. കുറെ മാനങ്ങളുണ്ട് മൂസാ നബിയുടെയും ഫിറഔനിന്റെയും ചരിത്രത്തിന്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ വേറെ പഠിക്കണം. ജാതികൾ തമ്മിലുള്ള തർക്കം, അധികാര ശക്തികൾ തമ്മിലുള്ള തർക്കം, ദേശദ്രോഹികളാര്, ദേശസ്നേഹികളാര് എന്നതുമായി ബന്ധപ്പെട്ട തർക്കം, ഇതൊക്കെ മൂസാ നബിയുടെയും ഫിറഔന്റെയും ചരിത്രത്തിലുണ്ട്. അത്തരമൊരു സമരരണാങ്കണത്തിലേക്ക് പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. കയ്യിലൊരു വടിയൊക്കെ ആയിട്ട്. നമ്മുടെ കയ്യിലൊരു വടിയില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വടി ഇസ്ലാമാണ്. അത് പ്രയോഗിക്കാൻ മാത്രമുള്ള സാമർത്ഥ്യം നമുക്കില്ല ആരുടെ മുമ്പിലും. മൂസാ നബിക്ക് ഒരു വടി ഉണ്ടായിരുന്നു. ഞാൻ വരട്ടെ, എന്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു പ്രമാണമായിട്ട് നയ്യ കൊണ്ടുപോവാ. എന്റെ അടുത്ത് അങ്ങനെ വലിയൊരു പ്രമാണം ഉണ്ടെങ്കിൽ ഈ കൊണ്ടുപോവാ. അള്ളാഹിനെ കുറിച്ചൊക്കെ അവതരിപ്പിച്ചു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔന്റെ മുമ്പിൽ. അപ്പൊ ചോദിച്ചു, ഒമാ റബ്ബുൽ ആലമീൻ, ആരാടോ ഈ റബ്ബ്? ലോകരക്ഷിതാവായ അള്ളാഹ് എന്ന് പറയുന്നത് ആർക്കാ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. നിങ്ങൾക്ക് ചിന്തിക്കാനും അറിയാനും വിവരമുണ്ടെങ്കിൽ ആകാശഭൂമികളും അതിന്റെ ഇടയിലുള്ളതിന്റെയും എല്ലാം രക്ഷിതാവാണ് അള്ളാഹ്. മറുപടി, അതിന്റെ ഒരു മറുഭാഗം എന്താ? നിനക്കതില്ല. ഫറോവ, നീ എന്ന് പറയുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധിപതിയല്ല. ഈ വളരെ നിസ്സാരമായ ഈജിപ്തിന്റെ, മിസ്റിന്റെ, നൈലിന്റെ തീരത്തുള്ള ഒരു പ്രദേശത്തെ കേവല ഭരണാധികാരി മാത്രമാണ്. ഖാലലിമൻ ഹൗലഹു അലാ തസ്തമിഊൻ. അപ്പൊ ഫിറഔൻ ആൾക്കാരോട് ചോദിച്ചു, കണ്ടില്ലേ ഇവൻ പറയണ വർത്താനങ്ങൾ കേട്ടില്ലേ? എന്താ ഇവൻ പറയണത്? ആകാശഭൂമികളുടെ രക്ഷിതാവ് പോൽ. ഇതൊക്കെ നിങ്ങൾ കേൾക്കലില്ലേ? ഇന്ന റസൂലക്കുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ. ഇവന് പിരാന്താട്ടോ, ഇവൻ വിഡ്ഢിത്തം പറയാണ്. നിങ്ങളെ ഇടയിലേക്ക് വന്ന ഈ ചെങ്ങായിക്ക് പിരാന്താണ്. ഒരു പ്രവാചകനെ കൊണ്ടുപോയി ഭ്രാന്തനും പരിഹാസ യുക്തിയുള്ളവരുമാക്കി. അപ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് വമാ ബൈനഹുമാ ഇൻ കുൻതും തഅഖിലൂൻ. നിനക്ക് ബുദ്ധിയുണ്ടോ? കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും നാഥനാണ് അല്ലാഹു. കിഴക്ക് എവിടെയാണ്? കിഴക്കിന്റെ അറ്റം എന്താണെന്ന് നിനക്കറിയില്ല. പടിഞ്ഞാറ് അവസാനിക്കുന്നത് എവിടെയാണ് എന്ന് നിനക്കറിയില്ല. ഭൂമി വട്ടം കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കിഴക്ക് പടിഞ്ഞാറുകളുടെ അതിരുകൾ പോലും നിന്റെ നിയന്ത്രണത്തിലല്ല. കിഴക്കും പടിഞ്ഞാറും സംഭവിക്കുന്നത് ഭൂമിയുടെ ഉദയാസ്തമങ്ങളില്. എന്നാൽ ഒരു കിഴക്കും പടിഞ്ഞാറുണ്ടല്ലോ, നമ്മുടെ ദിശകളുണ്ടല്ലോ, അതിന്റെയൊക്കെ ഉടമസ്ഥനാണ് അല്ലാഹു. അതിലാണ് മൂപ്പര് പറഞ്ഞത്, പിടിക്കും ഞാൻ, ജയിലിലടക്കും ഞാൻ, കൊല്ലും ഞാൻ, നിന്നെ കൈകാര്യം ചെയ്യും ഞാൻ. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ എന്തെങ്കിലും ഒരു ഇത്തിരി കാര്യങ്ങളായിട്ട് വരട്ടെ. അള്ളാഹുവിന്റെ ആധിപത്യത്തെയും അവന്റെ അധികാരത്തെയും അവന്റെ കഴിവുകളെയും നിനക്ക് മനസ്സിലാക്കാൻ കഴിയണ എന്തെങ്കിലും ഒരു പ്രമാണമായിട്ട് ഞാൻ വരട്ടെ. വാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിട്ട് ഇങ്ങോട്ട് വാ.
അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫഅൽഖാ അസാഹു, വടി അവിടെ ഇട്ടു. ഫഇദാ ഹിയ സഅബാൻ മുബീൻ, വടി നിലത്തിട്ടു, അതൊരു പാമ്പായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. അതിലൊക്കെ വേറെ കുറെ ചരിത്രങ്ങളുണ്ട്. നിർജീവമായൊരു വസ്തു, ജൈവികമായ ആ ജീവന്റെ സെല്ലുകളൊന്നും നിലകൊള്ളാത്ത ഉണങ്ങി വരണ്ട ഒരു മരക്കഷണം ജൈവഘടനയിലേക്ക് ഒരു സ്പീഷീസായി, ജീവനുള്ള ഒരു വസ്തുവായി, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യകാരണ ബന്ധങ്ങളുടെ അതിരുകൾ ഭേദിച്ച ഒരു സർപ്പമായിട്ട് അതിങ്ങനെ മാറുന്നു. വഖ്റജ യദഹു, അദ്ദേഹം കൈയെടുത്തു. ഫൈദായ ബൈളാഉ നാദിരീൻ, കൈയെടുത്തിട്ട് കാണിച്ചു കൊടുത്തു. അതിങ്ങനെ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. ഇതൊന്നും കഥ പറയാനുള്ളൊന്നുമല്ല. നമ്മളെ കയ്യിൽ കയ്യുമില്ല, വടിയില്ല. മുസ്ലിം സമുദായം സ്വന്തം കയ്യും പ്രയോഗിച്ചിട്ടില്ല. വടിയാക്കേണ്ടത് അള്ളാഹുവിന്റെ ദീന, ഖുർആനാണ്. ഏത് മത്സരത്തിന്റെ രണാങ്കണത്തിലും അങ്ങനെ ആ സംഭവമൊക്കെ നടക്കുമ്പോ പിന്നെ ഫിർഔൻ പ്രയോഗിച്ചു രണ്ടാമത്തെ തന്ത്രം. എന്നാ അങ്ങനെ വിട്ടാ പറ്റൂല, നല്ലൊരു മത്സരം ഇവിടെ നടക്കണം. അന്റത് പ്രമാണമാണോ, നിന്റതിന് യുക്തിയുണ്ടോ, ശാസ്ത്രമുണ്ടോ, അതാ അധികാരത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് ഞാൻ നടത്തുന്നതിനാണോ ശേഷിയുള്ളത്? വെറും നാക്കുകൊണ്ട് സംസാരിച്ച് കീഴ്പ്പെടുത്താൻ കടന്നു വന്ന നിനക്കാണോ സാമർത്ഥ്യമുള്ളത്? ഇതിവിടെ തെളിയിക്കപ്പെടണം. അങ്ങനെ ഭയങ്കര അനൗൺസ്മെന്റ് ഒക്കെ നടന്നു. സാഹിര്യങ്ങൾ അന്ന് വലിയൊരു മാർക്കറ്റായിരുന്നു സിഹർ എന്ന് പറയുന്നത്. വടിയിട്ട് പാമ്പാക്കുക, അതുപോലെ തന്നെ കണ്ണിനെ അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ, അങ്ങനെ കുറെ. അതല്ലപ്പോ എന്റെ വിഷയത്തിന് മർമ്മതലത്തിലേക്ക് പോണില്ല. അങ്ങനെ എല്ലാം സംഭവിച്ചു. അങ്ങനെ സാഹിര്യങ്ങളൊക്കെ വന്നു, എല്ലാവരും വന്നു. അവര് പറഞ്ഞു, ഹാലോ ഞങ്ങൾ വിജയിക്കും, ഫിർഔന്റെ ഇസ്സത്ത് ഉണ്ട്. ഇതൊക്കെ കുറെ അർത്ഥങ്ങളുണ്ടോ? രാഷ്ട്രീയ മത സംഘടന ദേശഭാഷ സംവിധാനങ്ങൾക്ക് പ്രൗഢി കൊടുത്തിട്ട് അതിന്റെ മറവിൽ ഒളിച്ചു നിന്നിട്ട് അതിന്റെ പിന്നിലൂടെ ഞെളിഞ്ഞു നിൽക്കുന്ന സകലതിന്റെയും മുനയാണ് ഖുർആൻ ഇതിൽ പൊളിക്കുന്നത്. ഞങ്ങൾ ജയിക്കും, ഫിർഔന്റെ ഇസ്സത്ത് കൊണ്ട് ഞങ്ങൾ ജയിക്കും. അങ്ങനെയുള്ള നേതാക്കന്മാർ, പാർട്ടികൾ, സംഘടനകൾ പലതിനെയും നമ്മൾ ഇസ്സത്ത് കൊടുക്കും. തറവാട്, കുടുംബം വേറെയുണ്ട്, അതിപ്പോ ഞാൻ പറയണില്ല. അതൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ എന്നെ ജയിക്കും. ഇപ്പൊ മൂസ ചോദിച്ചു, നിങ്ങൾ ഇടണോ ഞാൻ ഇടുന്നോ? നിങ്ങളാണോ ഇടാൻ പോണത്, ഞാനാണോ ഇടാൻ പോണത്? അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഇടാന്ന് പറഞ്ഞു. അപ്പൊ മൂസ പറഞ്ഞു നിങ്ങൾ ഇട്ടോ. അവര് വടിയും ഇതിനൊക്കെ പ്രതീകാത്മക അർത്ഥങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നും മായാജാലത്തിന്റെ ഒരു കളമാണ് നമ്മുടെ രോഗം. എല്ലാ വടികളും പാമ്പുകളും ഇപ്പോഴും എഴഞ്ഞുകൊണ്ടിരിക്കുന്നു. വ്യാജന്മാർ ആശയരംഗത്ത്, ദർശനരംഗത്ത്, രാഷ്ട്രീയത്തിൽ, മതത്തിൽ, ശാസ്ത്രത്തിൽ, സമ്പത്തിൽ അനവധി കണ്ണഞ്ചിപ്പിക്കുന്ന, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വടികളും പാമ്പുകളും കയറുകളും വടികളൊക്കെ പാമ്പുകളായി, വലിയ പ്രത്യയശാസ്ത്രങ്ങളായി, വലിയ ആശയങ്ങളായി, വലിയ പ്രൊജക്ടുകളായി ആ കാണുന്നവനെ മുഴുവൻ കൈവശപ്പെടുത്തുന്ന രീതിയിൽ ഈ മൈതാനത്തിൽ മനുഷ്യലോകത്തിന്റെ മുമ്പിൽ ഈ വ്യാജ സാഹിറുകളൊക്കെ എപ്പോഴും ഉണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നു പോലില്ല. അവരുടെ പാമ്പുകളും അവരുടെ വടികളും ഒക്കെ ഇഴഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ മൂസാ നബിയും വടി കണ്ടിട്ടു. മൂസാ നബിയുടെ വടി പാമ്പായി. ബാക്കിയുള്ള എല്ലാറ്റിനെയും അത് വിഴുങ്ങി. വ്യാജന്മാർ, ഡ്യൂപ്ലിക്കേറ്റുകൾ, നിഷേധാത്മക സ്വഭാവമുള്ളത്, ആ നിലനിൽപ്പില്ലാത്തത്, കാപട്യം. ഖുർആന്റെ ആ പ്രയോഗങ്ങളൊക്കെ വേറെ എടുക്കണം. മുനാഫിക്ക്, കാഫിർ, മുക്കസിബീൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഖുർആൻ കുറെ സ്ഥലത്ത്. വൈലുൽ മുക്കസിബീൻ, വ്യാജന്മാർക്കാണ് നാശം, വ്യാജന്മാർക്കാണ് നാശം. വ്യാജ രാഷ്ട്രീയം, വ്യാജ മതം, വ്യാജ സാമ്പത്തികം, വ്യാജ കല, വ്യാജ ധാർമ്മികത, എല്ലാം വ്യാജമായത്, ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റും അല്ല. ഡ്യൂപ്ലിക്കേറ്റിനല്ലെന്ന് വ്യാജം. അതുകൊണ്ടാ ഖുർആൻ ആ പദം പ്രയോഗിച്ചത്. ഇതൊക്കെ വ്യാജമാണ്, ഇവരിട്ടിരിക്കുന്നതൊക്കെ വ്യാജമാണ്. കാഫർ, നിഷേധീന, ക്രിയേറ്റിവിറ്റി ഇല്ലാത്തത്, നിഷേധാത്മക സ്വഭാവമുള്ളത്. ഖുർആൻ പലയിടത്തും കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഉലൈക ഹുമുൽ കാഫിറൂൻ, അവരാണ് കാഫിറുകൾ. അവരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് കാര്യങ്ങൾ. പക്ഷെ കാണുന്നത് തോന്നുന്നത് അത് പോസിറ്റീവാണത്, പക്ഷെ പോസിറ്റീവ് അല്ല. കുഫർ എന്ന് പറയുന്നത് അതാ നിഫാഖ്, കാപട്യം. അകത്തൊന്ന് പറയുകയും പുറത്ത് വേറെ ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ പുറത്തൊന്ന് പറയുകയും അകത്ത് വേറെ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുക. ഭൗതിക ലോകത്തെ പലതിനെയും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഇതൊക്കെ വടിയും പാമ്പും കയറുമായിട്ട് നമ്മളിടയിൽ കൂടെ ഇങ്ങനെ എഴയുക. മൂസാന്ന് വിട്ടു. അതാണ് നമ്മൾ പറഞ്ഞതിന്റെ മർമ്മം. സാഹിര്യങ്ങൾ മുഴുവൻ ഫിർഔന്റെ അവാർഡ് വാങ്ങാനും ഫിർഔന്റെ ദേശസ്നേഹവും ഫിർഔന്റെ അധികാര പദവിയും ഫിർഔനിന്റെ സാമ്പത്തിക സൈനിക മേധാവിത്വമൊക്കെ കണ്ട് ഫിർഔനിൽ നിന്ന് സമ്മാനം പ്രതീക്ഷിച്ചു വന്ന ഈ മഹാശാസ്ത്രജ്ഞന്മാർ, ബുദ്ധിജീവികൾ, രാഷ്ട്രത്തിനും ഭരണകൂടത്തിനും അതിന്റെ അധികാര കേന്ദ്രത്തിനും തണൽ വിരിക്കാൻ, പിന്തുണ കൊടുക്കാൻ
അതിന് പിൻബലം നൽകാൻ, അവരുടെ കാപട്യങ്ങൾക്കൊക്കെ ന്യായം ചമക്കാൻ വന്നിട്ടുള്ള ഈ സാഹിറകൾ, ഫിർഔൻ ആദ്യം പറഞ്ഞത് ഓലൊക്കെ പറഞ്ഞു ആമന്തു ഹുൽഖിയ സഹറത്തു സാജിദീൻ, ഒക്കെ കൂടി സുജൂദിൽ കണ്ടു വീണു. വലിയൊരു സംഭവം ഉണ്ടായിരുന്നു ദഅവത്തായിട്ട് ബന്ധപ്പെട്ട, അതിലേക്ക് ഞാനിപ്പോ കടന്നു പോണില്ല. ലോകത്ത് ഏത് നിമിഷവും മാറ്റങ്ങൾ സംഭവിക്കാം. ഇസ്ലാമിനെ എതിർത്തുകൊണ്ടിരിക്കും. മൂസാ നബിയെ വെല്ലുവിളിക്കാൻ വന്നവരാ, ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളായി വന്നവരാ, ഭരണകൂടത്തിന് സേവ പിടിക്കാൻ വന്നവരാ, അധികാര കേന്ദ്രങ്ങൾക്ക് തണലിട്ട് കൊടുക്കാൻ വന്നവരാ. എല്ലാം ഇന്നുണ്ട്. അധികാര കേന്ദ്രങ്ങൾ, ചാനലുകൾ, മാധ്യമങ്ങൾ, അതുപോലെ തന്നെ സൈനിക, രഹസ്യാന്വേഷണ, രാഷ്ട്രീയ, മത പല സംവിധാനങ്ങളുണ്ട്. ഒക്കെ യഥാർത്ഥ ദീനിനെ എതിർക്കുന്നതിന് വേണ്ടി. പക്ഷേ ഇവരൊക്കെ ഈ നിമിഷം കൊണ്ട് മൂസാ നബി വടിയിട്ടു, അത് പാമ്പായി. അവരുടേതിനൊക്കെ വിഴുങ്ങിയപ്പോൾ ഫൗൽഖിയ സഹറത്തു സാജിദീൻ, അവരൊക്കെ വീണു, സുജൂദിലുണ്ട്. ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ഞങ്ങളൊക്കെ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഭയങ്കര സംഭവമാണത്. അത് ദഅവത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേറെ പറയണം. മനുഷ്യൻ എപ്പം മാറും, എങ്ങനെയാണ് മാറ്റമുണ്ടാവുക, എന്തായിരിക്കും പ്രവാചകന്മാരുടെ ദർശനങ്ങൾ വിജയിക്കാനുണ്ടായ കാരണം? ആരും അവർക്ക് പൈസ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഒരു മാറ്റം ഖാല ആമൻതു ലഹു ഖബ്ല അൻ ആദന ലക്കും, ഞാൻ അനുമതി തരുന്നതിന്റെ മുമ്പ് നിങ്ങൾ വിശ്വസിച്ചു. ഫിർഔൻ അതാ ചോദിച്ചത്, എന്റെ അനുമതി വേണം. തിന്നണമെങ്കിൽ, പശുവിനെ അറക്കണമെങ്കിൽ, നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ, നിങ്ങൾ സ്കൂൾ തുറക്കണമെങ്കിൽ എല്ലാത്തിനും അനുമതി വേണമല്ലോ. എന്റെ അനുമതി ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഇത് വിശ്വസിച്ചത്? ഇന്ന കബീറുക്കുമല്ലത് അല്ലമുക്ക്, ഇവൻ ഭയങ്കര സാഹിറ, ഏറ്റവും വലിയ സാഹിറാണ് ഈ നിൽക്കുന്നത്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാ. ലൗഖത്യ അന്നക ഐദിയക്കും അർജുലക്കും മിൻ ഖിലാഫിൻ, കയ്യും കാലും ഒക്കെ ഞാൻ വെട്ടി മുറിക്കാൻ പോവുക. നിങ്ങളെ കയ്യും കാലും ഒക്കെ ഞാൻ വെട്ടി മുറിക്കാൻ പോവുക. നിങ്ങളെ ഞാൻ ഇവിടെ വെച്ചിട്ട് കൈകാര്യം ചെയ്യും. ഞാൻ പറഞ്ഞു വന്നതിന്റെ മർമ്മത. അത്തരം ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് ആമന്നാ ബി റബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോഴാ ഫിർഔൻ പറഞ്ഞു, ഞാൻ അനുമതി ഇരുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേ. ഭരണഘടനയില്ലേ ഇവിടെ, ഗവൺമെന്റിൽ ഇവിടെ ഇല്ല, അധികാര കേന്ദ്രങ്ങളില്ലേ ഇവിടെ. ഞങ്ങളൊക്കെ പറയുന്നതിന്റെ അപ്പുറം എന്ത് നിലപാടാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? കൊല്ലും. ഐദിയക്കും മിൻ ഖിലാഫിൻ അർജുലക്കും, കയ്യും കാലും ഒക്കെ എതിര് വിട്ടും. വലത്തെ കൈ മുറിച്ച ഇടത്തെ കാല് വിട്ടും, വലത്തെ കാല് മുറിച്ച ഇടത്തെ കൈ വിട്ടും. അങ്ങനെ അതാണ് മിൻ ഖിലാഫിന്റെ, എതിർക്കെതിരെ വിട്ടു. എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ എല്ലാ ശേഷി, ഒരു കയ്യും ഒരു കാലും ഇങ്ങനെ കളഞ്ഞാന്നുണ്ടാവും, ഒന്നും ചെയ്യാൻ കഴിയൂല. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. സുമ്മല ഉസല്ലിബന്നക്കും, എല്ലാറ്റിനെയും കുരിശിൽ തറക്കും. കുരിശിൽ തറക്കാന്നും പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള വഴിയൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന പോലെ രസമുള്ള സംഗതി അല്ലാതെ, പച്ച മനുഷ്യരെ മരത്തിന്റെ കമ്പ് കെട്ടിയിട്ട് ഇങ്ങനെ കിട്ടി നിർത്തിയിട്ട് ഈ കയ്യിൽ നല്ല ആണി വെച്ചിട്ട് കൊല്ലൂല, കൊല്ലാതെ തന്നെ ആണി വെച്ച് തറക്കും. രണ്ട് കയ്യും കാലും ഒക്കെ ഈ മരത്തിൽ കൂട്ടിയിടും. പച്ചക്ക് അങ്ങനെ നിന്നിട്ട് അങ്ങനെ ഉരുകിയാണ് മരിക്കണം. തൂക്കിക്കൊല്ലുക, വെടിയൊക്കെ ആണെങ്കിൽ ആളം തീരും. അതങ്ങനെയല്ല, ദിവസങ്ങളോളം. പണ്ടത്തെ ഭരണാധികാരികളൊക്കെ സ്വീകരിച്ച ക്രൂരമായ മുറകളായിരുന്നു ഇത്. കൊല്ലും. അപ്പൊ അവര് പറഞ്ഞു, ഫഖ്ലിമാൻ തഖാലിൻ, ഈ ചെയ്യണമൊക്കെ ചെയ്തോ. ഈ ദുനിയാവിലല്ലേ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെയല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആദ്യത്തെ മുഅ്മിനുകളാകാൻ, ആദ്യത്തെ മുസ്ലിങ്ങളാവാൻ. അള്ളാഹു ഞങ്ങളുടെ ഇതുവരെ നിനക്ക് വേണ്ടിയാ ഞങ്ങൾ സേവ ചെയ്തത്. നിന്റെ അധികാരവും നിന്റെ സമ്പത്തും നിന്റെ വാഗ്ദാനങ്ങളൊക്കെ കേട്ടിട്ട് അതിനുവേണ്ടി ഞങ്ങൾ വെറുതെ സമയം ചെലവഴിച്ചു. അതുകൊണ്ട് അള്ളാഹു ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് പുറത്തു വരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ അള്ളാഹു ഞങ്ങളോട് പൊറുക്കണം. അത് മാത്രമേ എന്താ ചെയ്യുന്നതെങ്കിൽ ഈ ചെയ്തോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല, പറഞ്ഞതിന്റെ ചുരുക്കത എത്ര പെട്ടെന്ന് അള്ളയുടെ കയറുന്ന ഹൃദയത്തിലേക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ റബ്ബ ഇല്ലല്ലാഹ്. എന്ത് ഫറാവ, എന്ത് ധൈര്യം, എന്ത് കുരിശ്, എന്ത് കയ്യും കാലും ഛേദിക്കൽ. ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. നമ്മളാരും അതാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. അല്ലാഹു അഭയങ്ങളുടെ, ധൈര്യത്തിന്റെ, സകലമാന മാനസികമായ തന്റെ ഇടത്തിന്റെയും പ്രഭാവത്തിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഉൾക്കൊള്ളൽ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാതെ അള്ളാഹു അല്ലാതെ ആരാധ്യരില്ല, അള്ളാഹു അല്ലാതെ ആരാധ്യരില്ല. എളുപ്പത്തിൽ അങ്ങനെ പറയണ എന്നിട്ട് നമ്മക്ക് തന്നെ ഉണ്ട് ധൈര്യം കിട്ടാത്തൊരല്ലുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എല്ലാ സമയത്തും ഏത് സന്ദർഭത്തിലും എവിടേക്ക് വെച്ചപ്പെടും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിസ്കാരത്തിന് ശേഷമൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത ലാ യൻഫഉ ദൽ ജദ്ദ വമിൻകൽ ജദ്ദ് അല്ലാഹുമ്മ അൻതസ് സലാം വമിൻകസ് സലാം. നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. നീ തരാത്തത് തരുന്നവരില്ല, നീ തന്നത് തടയുന്നവരില്ല. ഒക്കെ അള്ളയാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയണേ എനിക്കും നിങ്ങൾക്കും. പിന്നെന്തിനാ ആത്മവിശ്വാസ കുറവുണ്ടാവണ്? നമ്മളെന്തിനാ തളരണ?
നമ്മളെന്തിനാ തകരണ? നമ്മളെന്തിനാ വിറക്കേണ്ട കാര്യം? ലോക മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, ആരെ സംബന്ധിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ എന്തെന്നില്ലാത്ത ധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് മാറുക. അതിനെന്ത് ചെയ്യണം? അവസാനിപ്പിക്കുന്നു, അള്ളാഹുവിനെ എല്ലാ സമയവും ദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും വലിയ പ്രവർത്തനം അള്ളാഹിനെ കുറിച്ച് ഓർക്കുക. ഇതിൽ വേറെ വാങ്ങും കൂടി പറയണ്ട, അതിലേക്ക് ഞാനിപ്പോൾ പോയിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുക, നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുക. അള്ളാഹു അള്ളാഹു നിങ്ങളെ കുട്ടിനെ ഓർക്കണ പോലെ, ഉപ്മാൻ ഓർക്കണ പോലെ, സ്വത്ത് ഓർക്കണ പോലെ, ബിസിനസ് ഓർമ്മിക്കണ പോലെ, എവിടെ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തരം ആ ഓർമ്മകൾ പുതുക്കാനും എടുക്കാനുമാണ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഹൗല വലാ ഖുവത സുബ്ഹാനല്ലാഹി വബിഹംദിഹിയൊക്കെ ചെല്ലുന്നതിന് വേണ്ടി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തരമായ ഓർമ്മകൾ നിലനിർത്താൻ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ആ വശമുണ്ട്. അത് നമുക്ക് പിന്നീടൊക്കെ പറയാം. ഇൻഷാ അല്ലാഹ് നോമ്പിന്റെ മുമ്പ് അത് പറയേണ്ടതാണ്. ഏതായാലും ശ്രദ്ധയിൽ വെക്കാൻ ശ്രമിക്കും. ആ ഒരു അർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ, നിർണ്ണയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അള്ളാഹു അതിന് നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الإخوان والأخوات وسلم عباد الله وإياك بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകളെ ശരിയായ അർത്ഥത്തിൽ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്ന വസിയത്ത് ചെയ്യുന്നു. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗമായിരുന്നു. സൂറത്തുൽ ഹശ്ർ എന്ന് പറയുന്ന 27-ാമത്തെ 28-ാമത്തെ ജുസുവിലാണ് ആ സൂറത്തുള്ളത്. അതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിനെ കുറിച്ച് മനോഹരമായിട്ട് പരിചയപ്പെടുത്തുന്ന 3 ആയത്തുകളുണ്ട്. അതാണ് ഓതി വെച്ചാൽ. വിശദാംശങ്ങളിലേക്ക് പോകാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് നിങ്ങൾ പരിശോധിക്കണം. അള്ളാഹുവിനെ കുറിച്ച് മനോഹരമായിട്ട് പറയുന്ന 3 ആയത്തുകളുണ്ട്. ഒന്ന് ആയത്തുൽ കുർസി. മിക്കവാറും ആളുകൾക്ക് അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ സൂറത്തുൽ നൂറിൽ ഒന്നുണ്ട്, അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം വഹുവ ബികുല്ലി ഷൈഇൻ അലീം എന്ന് പറയുന്ന ഒരായത്തുണ്ട് സൂറത്തുൽ നൂറിൽ. അള്ളാഹുവിന്റെ പദവികളെയും അവന്റെ മഹത്വത്വത്തെ വളരെ കുറഞ്ഞ വാക്കുകളിൽ അവതരിപ്പിക്കുന്ന അധ്യായങ്ങളിൽപ്പെട്ടതാണ്, ആയത്തുകളിൽപ്പെട്ടതാണ്. പിന്നൊന്നാണ് ഈ സൂറത്തുൽ ഹശ്റിലെ ഈ ഭാഗം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദ എന്ന് പറഞ്ഞുകൊണ്ട് 3 ആയത്തുകളുണ്ട്. അള്ളാഹുവിന്റെ 40ഓളം സിഫത്തുകളോ 38ഓളം സിഫത്തുകളൊക്കെ അതിൽ പറയുന്നുണ്ട് ആ 3 ആയത്തുകളിൽ. പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. അതൊരു സൂറത്ത് തന്നെയാണ്. അർത്ഥം ആശയങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കണം. ഈ 4 ആയത്തുകളും ഈ ഒരു സൂറത്തും, 3 ആയത്തുകളും ഒരു സൂറത്തും. ഒന്നായത്തിൽ കുർസി, രണ്ടാമത്തെ ആയത്തിൽ നൂറ് എന്ന് പറയലുണ്ട്, പ്രകാശത്തിന്റെ ആയത്ത്. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അത് വിശദീകരിക്കണം. അതിലേക്ക് നമ്മളിപ്പോൾ പോകണില്ല. 3ാമത്തത് ഇതാണ് സൂറത്തുൽ ഹശ്റിലില്ലേ, ഞാൻ ഊതി വെച്ച ആയത്ത് അതായിരുന്നു. അള്ളാഹു അവൻ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ സവിശേഷതകൾ പരിചയപ്പെടുത്തുന്ന ഭാഗമാണത്. അത് പഠിക്കുക. അല്ലാഹു അത് നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്നിട്ട് ഇതിന്റെ ആശയം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുടെ വളരെ മനോഹരമായ ഒരു കൂട്ടിച്ചേർപ്പ്, എളുപ്പത്തിലുള്ളൊരു വിശദീകരണമാണ് ഈ 2-3 ആയത്തുകളിലും സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തിലുള്ളത്. നിരന്തരമായിട്ട് ഓതിക്കൊണ്ടിരിക്കാം. ഈ ആയത്തുകൾ നിസ്കാരത്തിനും അല്ലാത്തപ്പോഴും ഓതിക്കൊണ്ടിരിക്കും. അതിനെ കുറിച്ച് എപ്പോഴും ഓതാലോ, എവിടുന്നും ഓതാം. നല്ല സ്ഥലങ്ങളും നല്ല നമ്മുടെ യാത്ര എവിടുന്ന് വേണം. ഇത് 3ഉം വല്ലാഹു അല്ലദീ ലാ, നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതാണ് ഓതിയാൽ മതി. വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ. നമ്മൾ കടന്നു മുങ്ങുകയാണ്, ഒരു പരിഹാരമില്ല. എന്താ ഞാൻ ചെയ്യേണ്ടതെന്നറിയില്ല. നിങ്ങൾ ചൊല്ലിക്കോ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ. ഈ സംഭവം എനിക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ അള്ളാഹ്ക്കറിയാലോ. അവനാണല്ലോ ഒക്കെ അറിയുന്നവൻ. പിന്നെ ഞാനെന്തിനു പേടിക്കണം? ഞാനെന്തിനു ഇടങ്ങേറാവണം? വിഷമത്തിന്റെ, സങ്കടത്തിന്റെ, പ്രയാസത്തിന്റെ കയത്തിൽ കിടന്ന് നമ്മളിങ്ങനെ പടയാണ്. നിങ്ങൾ ഓതോപ്പ ഈ സൂറത്ത്, ഈ ആയത്തോതു വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹു. അള്ളാഹു ആകുന്നു ഇലാഹ്. ആരാണവൻ? എങ്ങനെയുള്ളവനാണവൻ? ആലിമുൽ ഗൈബി വശഹാദ, എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ. ആർക്കറിയാം? പാപ്പാക്കറിയോ? ഉമ്മക്കറിയോ? നിങ്ങളെ കൂട്ടുകാർക്കറിയോ? നിങ്ങളെ പാർട്ടി നേതാവിനെ അറിയോ? മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും അറിയോ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്? നമ്മുടെ ശരീരത്തിലും ലോകത്തൊക്കെ നടക്കുന്ന ആർക്കാണറിയുക? ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം ആർക്കാണറിയുക? അല്ലാഹ്ക്കറിയാം. ആലിമുൽ ഗൈബി വശഹാദ. മുമ്പിലുള്ളതും ബാക്കിലുള്ളതും ഇടത്തും വലത്തും ഒക്കെ അല്ലാഹ്ക്കറിയാം. ഹുവർ റഹ്മാനുർ റഹീം. കാരുണ്യവാനാണല്ലോ അല്ലാഹ്.
പരമകാരുണ്യകനാകുന്നു. അള്ളാഹു എന്നെ കൈപിടിക്കും. ഈ വേദനകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെ കൈപിടിക്കും. കാരണം അള്ളാഹു അടിസ്ഥാനപരമായി കാരുണ്യമുള്ളവനാണ്. ഹുവ റഹ്മാൻ റഹീം. ബാക്കി അങ്ങനെ ഉണ്ട്, ഞാനിപ്പോ അത് വിശദീകരിക്കല്ല, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം അങ്ങനെ ഓരോന്നും. മലിക്, അവനാണ് രാജാവ്. അതുകൊണ്ട് പിന്നെ വേറെ ആര്? ഫിറഔന്റെ പ്രതീകങ്ങളായ വർത്തമാനകാലത്തെ ഭരണകൂടങ്ങളോ? അതിനാണ് ഫിറഔന്റെ ചരിത്രം പറയണം. അങ്ങോട്ട് വെക്കാതെ വെറുതെ കഥ പറഞ്ഞു പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. വർത്തമാനകാലത്തെ ഭരണകൂടങ്ങളെയും അധികാര കേന്ദ്രങ്ങളെയും രാഷ്ട്രീയ ശക്തികളെയും ഒന്നും ഫറോവയുമായിട്ടും നമ്രൂദുമായിട്ടും താരതമ്യം ചെയ്യാനും വിശകലനം ചെയ്യാനും കഴിയുന്നില്ലെങ്കിൽ ഒരു കിസ്സ എന്നുള്ള നിലയ്ക്ക് ഫിറഔന് വലിയ പ്രസക്തിയൊന്നുമില്ല. കുറച്ച് ആരെ ഭയപ്പെടണം? മലിക്ക് അള്ളാഹു. അങ്ങനെ നിങ്ങൾ ഓരോന്നും എടുത്ത് പിടിച്ചു. അൽ മലിക്കുൽ ഖുദ്ദൂസ്, പരമ പരിശുദ്ധൻ, എന്തെന്നില്ലാത്ത പരിശുദ്ധൻ. അപ്പൊ അങ്ങനെ ആ 3 ആയത്തുകളും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന അതും വളരെ ഖുർആനിന്റെ 1/3 തുല്യമായിട്ടാണ് റസൂലിനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആനുകൾ 3 വട്ടം ഓതിയ ഖുർആൻ മുഴുവൻ ഓതിയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുടക്കമില്ലാതെ ഈ ഖുൽ ഹുവല്ലാഹു അഹദ് 3 വട്ടം ഓതിയ ഖുർആൻ മുഴുവൻ ഓതിയിട്ടൊന്നും അല്ല. മനസ്സുകൊണ്ട് ശരിക്കങ്ങനെ ഓതിയാൽ അത് കിട്ടും. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുർആന്റെ പ്രഖ്യാപനം. അത് അള്ളാന്റെ ഏകത്വം, അവന്റെ അധികാരം, അവന്റെ കഴിവ്, അവന്റെ പ്രൗഢി, അള്ളാഹുവിനെ സ്ഥാപിക്കുകയാണ് ഖുർആൻ. വ്യാജ ഇലാഹുകൾക്ക് മുമ്പിൽ, വ്യാജ ദൈവങ്ങൾക്ക് മുമ്പിൽ, എല്ലാ സംവിധാനങ്ങൾക്കും മുമ്പിൽ ആ ഒരു തിരിച്ചറിവോടുകൂടി ആ സൂറത്ത് ഓതുമ്പം അത് ശരിയാ. 3-1 തുല്യമാണ് ഖുർആന്റെ 3. അല്ലാതെ വെറുതെ ഖുൽഹുവല്ലാഹു അല്ലാഹു എന്തുല്ലാഹു അത് എന്തല്ലാഹു സമത് അർത്ഥറിഞ്ഞെന്ന് ആശയം മനസ്സിലാക്കി ഹൃദയം കൊണ്ട് അതിൽ ഏറ്റെടുത്തിട്ട് ഓത്. ആ അർത്ഥത്തിൽ ഈ 3 ആയത്തുകളും ഈ ഒരു സൂറത്തും നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്നെ ഓർമ്മിക്കാനും നിന്നെ സ്മരിക്കാനും നിന്നോട് നന്ദി കാണിക്കാനും നിന്നെ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവേ നീ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ നാക്കിലും ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ബുദ്ധിയിലും അള്ളാഹുവേ നിന്നെക്കുറിച്ചുള്ള ദിക്റുകൾ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയൊക്കെ രഹസ്യവും പരസ്യവുമായിട്ട് ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചു പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. പടച്ച റബ്ബേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങളോട് പൊറുക്കുകയും ചെയ്യുമാറാകണമേ തമ്പുരാനെ. ധാരാളം വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. രോഗങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക പ്രയാസങ്ങളുള്ളവരുണ്ട്, കടബാധ്യതകളുള്ളവരുണ്ട്, കുടുംബ പ്രശ്നങ്ങളുള്ളവരുണ്ട്. എല്ലാം അറിയുന്നതും അറിയാത്തതുമായ എല്ലാ വിഷമങ്ങളെയും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ലഘൂകരിക്കുകയും ദൂരീകരിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് ആശ്വാസം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ഉമ്മുണ്ട്, ഞങ്ങളുടെ ഉപ്പുണ്ട്, ഇണകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അവരോടും നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഞങ്ങളുടെ ഇണകളുടെയും കുട്ടികളുടെയും ഒക്കെ വിഷമങ്ങളെ, രോഗങ്ങളെ, എല്ലാ അവസ്ഥകളെയും നീ നന്നാക്കി തരുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹപ്രവർത്തകർ എല്ലാവരോടും പൊറുക്കുകയും ഖബറിലെ, ബർസഖിലെ, മഹ്ശറയിലെ, നരകത്തിലെ വേദനാജനകമായ അവസ്ഥകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ തമ്പുരാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അവരെയും ഞങ്ങളെയും ഒക്കെ നീ തുണക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മണ്ണിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ വെള്ളത്തിലും നീ അനുഗ്രഹം ചെയ്യുമാറാകണമേ തമ്പുരാനെ. കാലാവസ്ഥ കൊണ്ടും മറ്റുള്ള പരീക്ഷണങ്ങളാലും അള്ളാഹുവേ നീ ഞങ്ങളെ നാശത്തിനും പരീക്ഷണത്തിനും വിധേയമാക്കല്ലേ തമ്പുരാനെ. അള്ളാഹുവേ, നീ ഞങ്ങളോടൊക്കെ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഇത് റജബ് മാസമാണ്, ഇനി ഷഅബാൻ മാസമാണ്, അതിനെ തുടർന്ന് പരിശുദ്ധ റമളാനാണ്. ഈ 2 മാസങ്ങളിലും ഞങ്ങൾ അനുഗ്രഹിക്കുകയും വരാനിരിക്കുന്ന റമളാനിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ അവസരവും ആരോഗ്യവും സൗകര്യവും തന്ന് അള്ളാഹുവേ നീ ഞങ്ങളെയൊക്കെ തുണക്കുമാറാകണമേ തമ്പുരാനെ. പരിശുദ്ധ റമളാനിൽ ധാരാളം കാര്യങ്ങൾ നിർവഹിക്കാൻ ആയുസ്സും ആരോഗ്യവും തന്ന് പടച്ച റബ്ബേ നീ ഞങ്ങളെ തുണക്കുമാറാകണമേ തമ്പുരാനെ. ഈ 2 മാസങ്ങളിലും റജബിലും ഷഅബാനിലും നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم بارك في رجب وشعبان وبلغنا رمضان ووفقنا فيه بالصيام والقيام وتلاوة القرآن يا أرحم الراحمين يا رب العالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله وصلى الله على محمد صلى الله